ഡോക്ടർ മോഹൻ വർഗീസ് ഇനി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് 6 മാസമേ ഉള്ളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 11 മാസമേ ഉള്ളൂ. തിരഞ്ഞെടുപ്പ് വർഷം വരാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് കാലമാഗതമാവുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി ഇതെന്താണ് കാണിക്കുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ പുതിയ സംവിധാനം ഉണ്ടാക്കിയത്. അതിൽ നിന്ന് കെ സുധാകരനെ മാറ്റാൻ ആ പാർട്ടിക്ക് കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷെ അത് ഇത്തരത്തിൽ വിഴുപ്പലക്കലിലൂടെ വേണോ എന്ന ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, സമീപകാലത്തെ KPCC പ്രസിഡന്റുമാരുടെ ഒക്കെ കാലാവധി ഏതാണ്ട് അബ്രപ്റ്റായിട്ട് അവസാനിച്ചതാണ്. VM സുധീരൻ എന്തുകൊണ്ടാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടതെന്ന് ആർക്കറിയാം? ആ കാലത്ത് സുധീരൻ പറഞ്ഞത് ഞാനത് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ കാര്യത്തിൽ പിന്നെ തെരഞ്ഞെടുപ്പ് തോൽവി എന്ന ഘടകം അവിടെ ഉണ്ട് എന്നെങ്കിലും വെക്കാം. രമേശ് ചെന്നിത്തലയ്ക്ക് ശേഷം യഥാർത്ഥത്തിൽ ഒരു KPCC പ്രസിഡന്റിന് നല്ല നിലയ്ക്കുള്ള ഒരു പിന്മാറ്റം അല്ലെങ്കിൽ മടക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി കാണണം മുതിർന്ന നേതാക്കൾ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെയും. ഇപ്പോൾ ഇങ്ങനെ ഈ നേതൃമാറ്റ ചർച്ചയിലൂടെ ആകപ്പാടെ കുളം കലക്കപ്പെടുന്നത് കോൺഗ്രസിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക? കുളം കലക്കപ്പെട്ടു എന്നത് തീർച്ചയായും ശരിയാണ് ശ്രീ അഭിലാഷ്. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡിന് നേരെ കലാപക്കൊടി ഉയർത്തി സുധാകരൻ പ്രതികരിക്കുന്നു എന്നൊരു പ്രതീതി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ നേരത്തെ ശ്രീ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഒരു ഓണറബിൾ എക്സിറ്റ് KPCC പ്രസിഡന്റിൻ്റെ കസേരയിൽ നിന്നും തൻ്റെ മുൻഗാമികൾക്ക് പറ്റിയതുപോലെ ഒരു ചവിട്ട് ഇറക്കൽ ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള കെ സുധാകരൻ്റെ അനന്തര സാധാരണമായ ഒരു വൈഭവം ഇതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം താനൊരു വെറും പുഷ് ഓവറല്ല, ഹൈക്കമാൻഡ് പറയുമ്പോൾ ആ സമയത്ത് ഇറങ്ങിപ്പോകാനൊരു പുഷ് ഓവറല്ല, തനിക്കൊരു ട്രാക്ക് റെക്കോർഡുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ ഏതാണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും താൻ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള ഏതാണ്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുണ്ട്. പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നതൊരു ട്രാക്ക് റെക്കോർഡാണ്. അത് മാത്രമല്ല, തനിക്ക് ശേഷം ഒരു പിൻഗാമി ആര് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും ഹൈക്കമാൻഡിനും ഉണ്ടെന്ന് അദ്ദേഹത്തിന് കരുതാനാവില്ല. ഒരു നാച്ചുറൽ ചോയ്സ് ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ താൻ സ്വല്പം ഒന്ന് ബലം പിടിക്കുകയാണെങ്കിൽ തനിക്കൊരു ഓണറബിൾ എക്സിറ്റ് ഉണ്ടാകും. അത് ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്നുണ്ടാവില്ല എന്നൊരാഗ്രഹമൊക്കെ ആയിരിക്കും ശ്രീ കെ സുധാകരനെ നയിക്കുന്നൊരു കാര്യം. ഇത് നോക്കൂ, കെ സുധാകരൻ ഇന്നലത്തെ ഒരു മൂഡിലായിരുന്നില്ല ഇന്ന്. മാധ്യമങ്ങളോട് അദ്ദേഹം ഏത് മാധ്യമങ്ങൾ ബൈറ്റ് ചോദിച്ചോ അല്ലെങ്കിൽ പ്രതികരണം ആരാഞ്ഞോ ഇൻ്റർവ്യൂ ചോദിച്ചോ അതിനെല്ലാം വർദ്ധിത വീര്യത്തോടു കൂടി ഉത്തരം പറയുന്ന കെ സുധാകരനെ കണ്ടു എന്ന് പറയുമ്പോൾ തൻ്റെ ഭാഗം കൃത്യമായി അവതരിപ്പിക്കാൻ ഇന്ന് അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരിഭവം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഓടി നടക്കാൻ കഴിയുന്നില്ല, കേരളമാകെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല, KPCC ഓഫീസിൽ ഇരുന്നു കൊണ്ട് മാത്രം ചെയ്യാവുന്ന ഓഫീസിൽ തന്നെ ഇല്ല. അദ്ദേഹം പലപ്പോഴും കണ്ണൂരാണ്. അദ്ദേഹം പറയുന്നത് താൻ എപ്പോഴും ഗ്രൗണ്ടിലാണ്, അതുകൊണ്ടാണ് തന്നെ ചിലപ്പോൾ ഓഫീസിൽ കാണാത്തത്. ഈ കാര്യമൊക്കെ പറഞ്ഞ് ഇനി രോഗമുണ്ടെങ്കിൽ താൻ ബയോ ക്ലിനിക്ക് വരെ പോയി ചികിത്സിച്ചൊരു പാരമ്പര്യമുണ്ട്. ശ്രീ പിണറായി വിജയൻ പോയതും ബയോ ക്ലിനിക്കിലാണെന്ന് ഓർക്കണം. അതുകൊണ്ട് രോഗമൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാനുണ്ടോ? തനിക്ക് 76 വയസ്സ് മാത്രമേ ഉള്ളൂ, പടുവൃദ്ധനായി എന്ന് പറയാനാവില്ല. ഒരു ഫണ്ടമെൻ്റലി ഒരു വിഷയമുണ്ട്, അദ്ദേഹത്തിനൊരു ഓർമ്മപ്പിശക് പോലെയുള്ള കാര്യമുണ്ട് എന്ന് കോൺഗ്രസ്സുകാർ പലരും സമ്മതിക്കുന്നു. പക്ഷെ അതല്ല വിഷയം. തൻ്റെ തല ഉരുളണമെന്ന് ആഗ്രഹിക്കുന്ന ആരോ ചിലരെ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ്. അത് ആരെ എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നില്ല. ഒരുപക്ഷെ KC വേണുഗോപാലിനെയാണോ ലക്ഷ്യം വെക്കുന്നത് എന്നറിയില്ല. പക്ഷേ ദീപാദാസ് മുൻഷി ഏതാനും മാസം മുൻപ് നടത്തിയ കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ആശയവിനിമയം ഇദ്ദേഹത്തെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്, കെ സുധാകരനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ആ പ്രകോപനം ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ്. ഇതൊന്നും അല്ല അതിൻ്റെ രീതി. കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായി ഹൈക്കമാൻഡ് പറഞ്ഞാൽ മാറും. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഹൈക്കമാൻഡ് പറയുകയാണ് കെ സുധാകരൻ മാറണം, മറ്റൊരാളാകണം എന്ന് പറഞ്ഞാൽ അത് ശിരസാ വഹിക്കാൻ കെ സുധാകരൻ തയ്യാറാണ്. അല്ലാതെ കേരളത്തിലിരുന്നു കൊണ്ട് ഏതാനും നേതാക്കൾ പറയുകയോ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയോ ചെയ്യുന്നത് കൊണ്ടല്ല, ആ രീതിയിലല്ല കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടാകേണ്ടത്. ഇത് മുൻകാലങ്ങളിൽ ഈ തെന്നല ബാലകൃഷ്ണപിള്ളയൊക്കെ അനുഭവിച്ച ഒരു വ്യഥയുണ്ട്. അദ്ദേഹം ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിലെത്തിച്ച KPCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് പിറ്റേ ദിവസം കെ മുരളീധരന് വേണ്ടി വഴിയൊരുക്കി കൊടുക്കേണ്ടി വന്നു. മുരളീധരനെ മാറ്റി അടുത്ത എല്ലാവരെയും രാഷ്ട്രീയ സമവാക്യങ്ങളുടെ ഭാഗമായി കെ മുരളീധരനെ അക്കോമഡേറ്റ് ചെയ്യാൻ തെന്നലയെ മാറ്റേണ്ടി വന്നു. അങ്ങനെയൊക്കെയുള്ള നന്ദികേടുകൾ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ധാരാളമുണ്ട്.